അല്ലു അർജുന് വേണ്ടി മാത്രമല്ലേ ഡബ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലേ ഇപ്പോഴും ഞാൻ വിജയ് സൂപ്പറും പൗർണമിയും എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അതില് ആസിഫ് സ്നേഹിക്കുന്ന പെൺകുട്ടി, ആസിഫ് ഒരു കോൾ സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ആ സമയത്ത് ഒരു കോൾ വരുന്നു, ഒരാള് മൂന്നാറിലെ ഊട്ടിയിലെ റൂം ബുക്ക് ചെയ്യണമെന്ന് പറയുന്നു. ആ സീൻ ഓർക്കുന്നു. ആ സീനിൽ അയാൾക്ക് ഡബ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഞാൻ തന്നെയാണ്. എന്റെ വോയിസ് അത് മാറ്റിയിട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ, മാറ്റാതിരുന്നതിന്റെ റീസൺ, അത് ഷൂട്ട് ചെയ്യുമ്പോൾ ആസിഫ് പറഞ്ഞു, എടോ നമുക്കിത് ഒറ്റ ഷോട്ടിൽ തീർക്കാൻ പറ്റും നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ കട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ പോവാം. അപ്പൊ അപ്പുറത്ത് തലയ്ക്ക് ഫോൺ ചെയ്യുന്ന ആളായിട്ട് താൻ സംസാരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ലൈവ് ആയിരിക്കും, സ്ക്രിപ്റ്റ് ഇല്ല അതിന്. അപ്പൊ തോന്നുന്നത് എന്താണോ ലൈവ് ആയിരിക്കും. അതിന്റെ ഒരു സുഖം അത് കേൾക്കുമ്പോൾ ഉണ്ട്. ചീത്തവിളിയൊക്കെ അങ്ങോട്ട് അങ്ങനെ അത് ഒറ്റ ടേക്കിന് ഓക്കെ ആയി. അപ്പൊ അവിടെ നിൽക്കുന്ന എല്ലാവരും ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ എന്റെ കട്ട്സ് പോയി. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ എന്റെ വോയിസ് മാറ്റണ്ട, അതങ്ങനെ ഇരിക്കട്ടെ, അതങ്ങനെ അങ്ങനെ നീ മൈക്കിൽ റെക്കോർഡ് ചെയ്തല്ലേ, അതങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ആ സീനിന്റെ കമന്റ്സ് യൂട്യൂബിൽ വായിക്കുമ്പോൾ അറിയാം, അപ്പുറത്തെ തലയ്ക്ക് അവള് പോയിരിക്കുന്ന അല്ലു അർജുന്റെ കൂടെയാണ്. മനസ്സിലായ? അപ്പുറത്ത് കിടക്കുന്ന വോയിസ് എന്റെയാണ്. അങ്ങനെ വരെ മനസ്സിലാക്കി ഫോണിൽ കറക്റ്റ് ആയിട്ട്. ആ സീൻ നല്ലതായിരുന്നു, നല്ല സീൻ. നല്ല രസമുള്ള. നിങ്ങൾ ഈ ഫീൽ ഗുഡ് മൂവീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ തലവൻ അങ്ങനെ അല്ല ചെയ്തിരിക്കുന്നത്. ബൈസിക്കിൾ തീവ്സ് ഒരു തരത്തിൽ അങ്ങനെയല്ല. ബാക്കി പടങ്ങളൊക്കെ വിജയിച്ച പടങ്ങളുടെ സമവാക്യം വെച്ചിട്ടാണ്. വിജയ് സൂപ്പർ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട്, സൺഡേ ഹോളിഡേ മനസ്സിലേക്ക് കയറിയതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്ന ലേബിൾ വരുന്നത്. പക്ഷെ അങ്ങനെ തന്നെ ഒരു മനസ്സുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജിസ്റ്റോയി അങ്ങനെയൊക്കെ മതി, ഇതിങ്ങനെ മതി. ഈ പറയും പോലെ എല്ലാവരും ട്രോളുന്ന ദൃശ്യത്തിന്റെ ക്ലൈമാക്സ് ഈ ഫസ്റ്റിന്റെ തന്നെ അവസാനിപ്പിച്ചു പോകുമായിരുന്നു. എല്ലാവരും പരസ്പരം പറഞ്ഞു വൈരമൊക്കെ അവസാനിച്ചു പോയ സെക്കൻഡ് സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നത് ട്രോള് പോലെ. അങ്ങനെ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു. ജിസിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ലൈഫില്, പേഴ്സണൽ ലൈഫ് നോക്കിയാൽ ഞാൻ അങ്ങനെ തന്നെയാണ്. പേഴ്സണൽ ലൈഫിൽ എൻ്റെ സിനിമകൾ പക്ഷേ സൺഡേ ഹോളിഡേയിലോ അല്ലെങ്കിൽ വിജയ് സൂപ്പറിലോ ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പുലർത്തുന്നതോ വിശ്വസിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ശ്രീനിയേട്ടൻ ആ സിനിമയിൽ നടക്കുന്ന ഒരു നടപ്പുണ്ട്, കഥ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപ്പ്. അത് ഞാനെന്നല്ല, ഈ അന്ന് സ്ട്രഗിൾ ചെയ്യുന്ന താരതമ്യേന ന്യൂ കമേഴ്സ് എന്ന് പറയാവുന്ന എല്ലാവരും, റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ നടന്നിട്ടുള്ള നടപ്പാണത്. അതുകൊണ്ട് ആ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്തുമാത്രം ആളുകളുടെ കോൾസും മെസ്സേജുകളും ആയിരുന്നു അറിയും. ആ ശ്രീനിയേട്ടൻ്റെ ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് വല്ലാണ്ട്. ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു സംഭവം, സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. മറ്റേത് നമ്മൾ ഇപ്പോൾ സീരിയൽ കില്ലറിന്റെ കഥ, ഞാൻ ഇന്ന് വരെ സീരിയൽ കില്ലർ അങ്ങനെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മളത് ഉണ്ടാക്കി അല്ലേ, ആളുകളെ ത്രില്ലടിപ്പിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ തലവനൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ്. പക്ഷെ മറ്റേത് കുറെ കൂടെ ഇപ്പോൾ അതിലിപ്പോൾ എന്നെ ട്രോളുന്ന ഡയലോഗ്സ്, എതിരെ നിൽക്കുന്നവൻ്റെ ഉള്ളിൽ അറിയാൻ ശ്രമിച്ചു എല്ലാവരും. അപ്പോൾ തലേദിവസം രാത്രി ഇരുന്ന് ആ വീടിൻ്റെ പടിക്കൽ, അവനവൻ്റെ വീടിൻ്റെ പടിക്കൽ ഇരുന്ന് കണ്ണീർ പൂവിൻ്റെ കവലിൽ തലോടി എന്നുള്ള പാട്ട് പാടിയതിൻ്റെ പേരിൽ അപ്പുറത്തെ വീട്ടിലെ കരമന സുധീർ ഇപ്പുറത്തേക്ക് മതിലിയാടി വന്ന് വഴക്കുണ്ടാക്കുമ്പോൾ, മീൻ ആസിഫ് പോയി നല്ല ഇടിയാക്കിയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ അയാളുടെ ഭാര്യ ഗർഭിണിയാണ്. ഗർഭിണിയായ ഭാര്യ നോക്കിയിട്ടുണ്ട്, അമ്മ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നെക്സ്റ്റ് ആ സീനിൻ്റെ സൊല്യൂഷൻ വേണമല്ലോ. കാരണം ഇനി 3 സീൻ കഴിഞ്ഞ് ഇതേ മനുഷ്യൻ ആസിഫിന്റെ കയ്യിൽ അയാൾ കൊള്ളയടിച്ച് കൊണ്ടുവന്നിരിക്കുന്ന പണം, സമ്പത്ത് മുഴുവൻ കൊടുക്കണം. ഏത് ഇന്ന് രാത്രി അടിയുണ്ടാക്കിയവരാ പരസ്പരം, ഒരു കാരണമില്ലാത്ത കാര്യത്തിന്റെ പേരിൽ. അയാൾ 3 ദിവസം കഴിഞ്ഞിട്ട് വന്ന് പറയുന്നത്, വിശ്വസിച്ച് കൊടുക്കാനൊരു ആളുടെ മുഖം ആലോചിച്ചപ്പോൾ നിന്റേതല്ലാതെ മറ്റാരുടെയും മുഖം വന്നില്ല, ഇതോട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് സംഭവിക്കണം. ആ കോംപ്രമൈസ് ഒരിക്കലും ആസിഫിന്റെ ക്യാരക്ടർ അവിടെ പോയി ചെയ്യില്ല, അയാൾ ഇവിടെ ഒന്നും ചെയ്യില്ല. അവിടെ ഒരു മീഡിയേറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ ലളിത ചേച്ചി കുറച്ച് അച്ചപ്പവും കുഴലപ്പവും കായവറുത്തും ഉപ്പേരിയൊക്കെ ആയിട്ട് വന്നിട്ട് കവറിൽ വേറെ ഒന്നുമില്ലല്ലോ അവിടെ വെച്ചിട്ടുണ്ട്. പെനിയുടെ ശുദ്ധനായിരുന്നു, പാർട്ട്ണർ നന്നായിട്ട് അങ്ങ് പറ്റിച്ചു കളഞ്ഞു. താമസിച്ചിരുന്ന വീട് വരെ പോയി. ഇപ്പൊ പള്ളിക്കാർ ഏറ്റെടുത്തു. പക്ഷെ എന്തെങ്കിലും ഞങ്ങളത് തിരിച്ചു മേടിക്കണമെന്നാണ് പള്ളിക്കാർ പറഞ്ഞിരിക്കുന്നത്. അവൻ അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടുണ്ട്. ആള് ഉള്ളുകൊണ്ട് പാവാ, എതിരെ നിൽക്കുന്നവനുള്ളെന്ന് അറിയാൻ ശ്രമിച്ച എല്ലാവരും പാവങ്ങളാവാനെ. ഈ സാധനത്തിലേക്കാണ് അത് വന്നു ചേരുന്നത്. അതിന്റെ നെക്സ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ആസിഫ് റോട്ടിൽ കൂടെ പോകുന്നു. അയാള് അവിടെ ഓട്ടോറിക്ഷയുമായി റോഡ് സൈഡിലുണ്ട്. ആസിഫ് നേരെ പോയിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. പള്ളിങ്ങ് നോക്കിയിരിക്കുന്നു. പറയും, എനിക്കറിയാം എൻ്റെ കുഴപ്പമാണ്, എനിക്കിട്ട് 2 പൊട്ടിച്ചാൽ നിങ്ങളുടെ പ്രശ്നം മാറുമെങ്കിൽ എന്നെ തല്ലിക്കുക, ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അയാളുടെ ഡയലോഗ് ഉണ്ട്, നീ എന്താ പറഞ്ഞാൽ നിന്റെ കുഴപ്പമാണെന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നിന്റെ മുട്ടിന് നേരെ കാല് കാണത്തില്ലായിരുന്നു. കുഴപ്പം എൻ്റെയാന്ന് എനിക്കറിയാം. എന്നിട്ടാണ് ഷെയ്ക്കാൻ കൊടുക്കുന്നത്. അവിടെ ഒരു എന്താ പറയുക, ഒരു ലൈഫിന്റെ ബോണ്ടിങ് ആണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഇത് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ്, അല്ലാണ്ട് ഞാനിത് വേറെ വേൾഡിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനമൊന്നുമല്ല. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ
ക്രിക്കറ്റ് ടൂർണമെന്റിന് പോകുമ്പോഴും ഫുട്ബോൾ ടൂർണമെന്റിന് പോകുമ്പോഴും അയൽ പ്രശ്നങ്ങൾ കാണുമ്പോഴും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു കോംപ്രമൈസും. വലിയ വഴക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ നിസ്സാരം ചെറിയൊരു നോട്ടം കൊണ്ട് പോലും ഇടറി പോകുന്നതും കരഞ്ഞു പോകുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, അത് സിനിമയിലൂടെ കാണിക്കുക. അത് നമ്മൾ എല്ലാവരും ഒരു ഫോർമാറ്റിൽ തന്നെ പടം എടുത്താൽ എന്താ കാര്യം അല്ലേ? അപ്പൊ നമുക്കറിയാലോ ഇവിടെ എന്തുകൊണ്ട് സത്യനന്ദിക്കാട് സാറിന് ഇങ്ങനെ ഒരു സ്പേസ്, അല്ലെങ്കിൽ ബാലചന്ദ്ര മേനോന് ഇങ്ങനെ ഒരു സ്പേസ്, ഫാസിൽ സാറിന് എന്താ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായത്? ആളുകളുടെ ഉള്ളിൽ നന്മയുണ്ടെന്നേ. ഈ നന്മ കാണാനും ഒക്കെ ആൾക്കാർക്ക് ഒരു റിലേറ്റബിലിറ്റി വരുമല്ലോ അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ 2002 ഇറങ്ങുന്നത്. മീശമാധവന്റെ ജോലി എന്താ? മീശമാധവൻ ചക്ക മോഷ്ടിക്കും, കിണ്ടി മോഷ്ടിച്ച് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കും, ഇവിടുത്തെ വലിയ വട്ടക എടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കും, ഇവിടുത്തെ ചെമ്പൂരിൽ എടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഈ കൊടുക്കൽ വാങ്ങൽ പരിപാടിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പുള്ളീനെ നാട്ടുകാർക്കും ഭയങ്കര ഇഷ്ടമാണ്. അന്ന് വാർക്കപ്പണിക്ക് പോയ 500 രൂപ കിട്ടും. 2002 നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. കൂലിപ്പണിക്ക് പോയാൽ 400 രൂപ കിട്ടും. ആ 400 രൂപ കിട്ടുന്നതിന് പകരം അദ്ദേഹം ഒരു കൂലിപ്പണിക്കും പോവാതെ ഈ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ സാധനം. പക്ഷെ നമുക്ക് അയാൾ ഇഷ്ടമാണ്. അതാണ് സിനിമയുടെ മാജിക്. ഇപ്പൊ കളിക്കളം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക കൊള്ളയടിക്കാൻ നടക്കുന്ന ആളാ. ആ കൊള്ളക്കാരനെ നമുക്ക് ഇഷ്ടമാണ്, നമ്മുടെ നായകനാ അല്ലേ? പേഴ്സ് പോക്കറ്റ് അടിക്കുന്നവൻ ഹീറോ ആണെങ്കിൽ അവനെ നമുക്ക് ഇഷ്ടമാണ്. ജീവിതത്തിൽ ഇഷ്ടമല്ല. ജീവിതത്തിൽ നമ്മുടെ ഒരു ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ അത് കോംപ്രമൈസ് ചെയ്യാനോ വിട്ടുവീഴ്ച ചെയ്യാനോ അങ്ങനെ ഒരുത്തം വരുമ്പോൾ അവൻ കള്ളൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. പക്ഷെ സിനിമയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടം. പെട്ടെന്ന് ഒരുത്തിന് കാശ് കിട്ടുന്ന കാണാൻ ഇഷ്ടമാണ്. ഇല്ലേ? ലക്കി ഭാസ്കർ കാണുമ്പോൾ നമ്മൾ എക്സാക്ട്ലി ലക്കി ഭാസ്കർ ഞാൻ ഇന്നലെയാ കണ്ടത്. ലക്കി ഭാസ്കർ അതാ പറഞ്ഞ. അപ്പൊ നമുക്ക് എവിടേക്കോ നമുക്ക് ആവാൻ പറ്റാത്തത് മറ്റേ ഈ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഹീറോ ആയിന്ന് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പൊ ഞാൻ സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചതും ആ സിനിമകളിലൂടെ. പക്ഷെ പിന്നീട് ഈ സിനിമയുടെ ഒരു ഫോർമാറ്റ് മാറുകയും സിനിമ പണ്ട് ഒരു സിനിമ കണ്ടിട്ട് വന്നാൽ ആഴ്ചയിൽ ഒരിക്കലും ഒരു കലിങ്ങിന്റെ മുകളിലിരുന്ന് ഉണ്ടാവുന്ന ചർച്ച അല്ലേ? കൂട്ടുകാരെ കൂടെ കലിങ്ങിന്റെ മുകളിൽ ഇരുന്നിട്ട് ആ കിരീടം കണ്ടറാ, നീ കണ്ടോ? കണ്ടു. എന്താ? ഭയങ്കര അതെ, ആ തിലകന്റെ അഭിനയം ഭയങ്കര അടിപൊളിയാണ്. ഇങ്ങനെ പറഞ്ഞിരുന്നത് നമ്മൾ രാവിലെ 4 മണി. ഇപ്പൊ പുഷ്പ 4 മണിക്ക് ഷോ, 7 മണിയാകുമ്പോൾ റിവ്യൂ, 7:30 റിവ്യൂ വരും. ഈ അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രഡിക്റ്റബിൾ ആകരുത് എന്നൊരു ആഗ്രഹമുണ്ട്. പ്രഡിക്റ്റബിൾ ആകരുത്. നിങ്ങളെന്ന ഡയറക്ടറെ ഒരാൾ പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ജിസ് ജോയിയുടെ പടത്തിൽ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു നന്മയിൽ അവസാനിക്കും. അത് പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് മാറിയത്. ഇന്നലെ വരെ മുതൽ ആ മാറ്റം നിങ്ങൾക്ക് കാണാം. പിന്നെ ഇന്നലെ വരെ മുതൽ തലവൻ വരുമ്പോൾ കംപ്ലീറ്റ് മാറി. കാരണം അത് ഞാൻ മനസ്സിലാക്കി. നമ്മൾ നാട് ഓടുമ്പോൾ നടുവേ ഓടിയില്ല. നമ്മൾ ഞാൻ ഇങ്ങനെ ആവുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ തന്നെ നിന്ന് പോകുന്ന എനിക്ക് തോന്നുന്നു. ഇനി വീണ്ടും ചിലപ്പോൾ തിരിച്ചും ബ്രേക്ക് ചെയ്യാം വരാം. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, പ്രഡിക്റ്റബിൾ ആവരുത്. നമ്മുടെ സിനിമയുടെ അടുത്ത സീൻ ആൾക്കാർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റരുത്. സൺഡേ ഹോളിഡേ വിജയ് സൂപ്പറും വെച്ച് ട്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കാറുണ്ട്. കാരണം എന്താ അറിയോ? 100 ദിവസം ഓടിയ സിനിമ വെച്ചിട്ട് അവരെന്നെ ട്രോൾ ചെയ്യുന്നത്, പൊട്ടി പടം വെച്ചിട്ടല്ല. ആ ട്രോൾ ഇനി വന്നാലും ഞാൻ ഉള്ളുകൊണ്ട് സന്തോഷിക്കും. പോസിറ്റീവ് ട്രോളാണ്. എന്ത് പറഞ്ഞാലും ആസ്വദിക്കത്തേ ഉള്ളത്. അതല്ല, അത് പക്ഷെ പറയുന്നവരും പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാർ വന്നിട്ട് പറയും, നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പറയും, ഇവിടെ മറ്റേ ട്രോള് കണ്ടില്ലേ, എന്ത് തോന്നുന്നു അത് കാണുമ്പോൾ ഇതൊക്കെ ചോദിക്കും. അപ്പൊ അവരുടെ വിചാരം നമുക്കത് കാണുമ്പോൾ സങ്കടം വന്നാൽ ഈ എതിരെ നിൽക്കുന്നതിനുള്ളെന്ന് അറിയാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ സിദ്ദിഖ് എന്ന് പറയുന്ന ആൾ ഇത്രയും വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നില്ലേ? സിദ്ദിഖിന്റെ ഒരു 10 ട്രോള് പറഞ്ഞ, അല്ലെങ്കിൽ 5 ട്രോള് പറ. ഈ വയലാർ എഴുതു ഇതുപോലെ എന്നുള്ള സാധനം അല്ലേ ഫസ്റ്റ് വരുന്ന സാധനം. അപ്പൊ അതെന്താ പറയാത്ത?